ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്, മക്കൾ വരാറാകുന്നുണ്ട്. അവർ നേരത്തെ വരും. അപ്പോൾ അവർ വരുമ്പോഴത്തേന് ഇച്ചിരി എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണം. കഴിക്കാനായിട്ട് രാവിലത്തെ ദോശമാവിൻ്റെ മാവിരിപ്പുണ്ട്. അപ്പോൾ രാവിലെ ചമ്മന്തിയായിരുന്നു ദോശയ്ക്ക് കൂട്ടാൻ. അത് കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഇച്ചിരി സാമ്പാർ വെക്കാമെന്ന് ഓർത്തെ അങ്ങനെ സാമ്പാറിനുള്ള അടുപ്പിലോട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. ഇന്നലെ വൈകുന്നേരം അരി അരച്ച് വെക്കേണ്ടത് ഞാൻ അരി അരച്ച് വെക്കാനായിട്ട് ഇരുന്നതാണ്. അപ്പോൾ മക്കൾ ഉറക്കം വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉറക്കാൻ പോയി കിടന്ന് ഞാനും അങ്ങ് ഉറങ്ങിപ്പോയതുകൊണ്ട് മാവൊന്നും അരച്ച് വെക്കാൻ പറ്റിയില്ല. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഞാൻ അരി അരച്ചില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്തെ. അങ്ങനെ പെട്ടെന്ന് വന്ന് അരിയൊക്കെ അരച്ച് വെച്ച് രാവിലെ പുളിക്കാത്ത ദോശയായിരുന്നു കേട്ടോ മക്കൾക്ക് കൊടുത്തു വിട്ടെ. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ദോശയ്ക്ക് മാവൊക്കെ നല്ല സെറ്റായിട്ടിരിക്കുക. അപ്പോൾ ഇനിയിപ്പം ഇച്ചിരി സാമ്പാർ വെച്ചാൽ പിന്നെ അത് മതിയല്ലോ. അപ്പോൾ ഞാൻ ആ പൊടിയൊക്കെ മൂപ്പിച്ച് സാമ്പാറാക്കിയിട്ടുണ്ട്. സാമ്പാറാക്കി കഴിഞ്ഞപ്പോഴത്തേന് ആ പാത്രം അങ്ങ് കയ്യോടെ കഴുകി. പിന്നെ എന്തായാലും വെള്ളം എടുത്ത് വെച്ചല്ലേ, ഇച്ചിരി വെള്ളം കൂടെ കുടിച്ചു കേട്ടോ. അപ്പോഴത്തേന് മക്കൾ വന്നായിരുന്നു. പിന്നെ മക്കൾ അവിടെ കൊണ്ടിരുത്തി ഞാൻ ദോശയൊക്കെ ചുട്ട് കൊടുക്കുവാണേ. നല്ല ക്രിസ്പി ദോശയായിരുന്നു, നല്ല സൂപ്പർ ദോശയായിരുന്നേ. രാവിലെ ഇത്ര അടിപൊളിയായിട്ട് വന്നില്ലായിരുന്നു, ആ ഇച്ചിരി പുളിക്കാത്തതുകൊണ്ട്. എന്നാലും ഇപ്പം നല്ല അടിപൊളിയായിട്ട് വന്നു. മക്കൾക്ക് ദോശയൊക്കെ കൊടുക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. ഇനിയും മറ്റു വിശേഷങ്ങളായിട്ട് പിന്നെ കാണാവേ.